എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കോട്ടപ്പടി ആനവീണ കിണറിന്റെ പുനരുദ്ധാരണം UDF ദുഷ്പ്രചരണം നടത്തുന്നുവെന്ന് ആന്റണി ജോൺ MLA. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ ആനവീണ കിണറിന്റെ പുനരുദ്ധാരണം UDF രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആന്റണി ജോൺ MLA വ്യക്തമാക്കി. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ ഭാഗത്ത് കൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ പുരയിടത്തിലെ കാട്ടാന വീണ കിണറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് UDF രാഷ്ട്രീയ ലാഭത്തിനായി കള്ളപ്രചരണങ്ങൾ നടത്തുന്നതായി ആന്റണി ജോൺ MLA പറഞ്ഞു. 12/4/24 കാട്ടാന കിണറ്റിൽ വീണതിനെ തുടർന്നാണ് കിണർ ഉപയോഗശൂന്യമായി മാറിയത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തും കുടിവെള്ളത്തിനായി നിരവധി കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിക്കുന്നതുകൊണ്ടും കിണർ നല്ല നിലയിൽ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ തുക അനുവദിക്കണമെന്ന് അന്നേ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ തുടർച്ചയിൽ തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 1,56,797 രൂപ അനുവദിച്ചു ഉത്തരവിറക്കിയതുമാണ്. എന്നാൽ കോൺട്രാക്ട് പ്രോഫിറ്റും GSTയും കൂടി വരുമ്പോൾ ഈ തുക തികയാത്ത സാഹചര്യത്തിൽ 56,003 രൂപ അഡീഷണൽ തുക അനുവദിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കുകയുണ്ടായി. പ്രവൃത്തിക്കാകെ 2,12,800 രൂപ ലഭ്യമാക്കി വർക്കിനായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന പുരയിടത്തിലേക്ക് വഴി സൗകര്യമില്ല എന്നുള്ളതുകൊണ്ട് വർക്ക് ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായിരുന്നില്ല. പിന്നീട് നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് 6ാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്ക് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയിൽ എഗ്രിമെന്റ് വെച്ച് ഒട്ടും കാലതാമസം പിന്നീട് ഉണ്ടാകാതെയാണ് ഇപ്പോൾ വർക്ക് ആരംഭിക്കുന്ന സാഹചര്യത്തിലെത്തിയത്. ഇതിനിടയിൽ പരത്താൻ ശ്രമിക്കുന്നവർ അത് ദയവായി നിങ്ങൾ അതിൽ നിന്നും പിന്മാറണമെന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത്തരം ചില വാർത്തകൾ കാണുകയുണ്ട്. ഇവിടെ ചില ജാഥകളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ അത് പ്രിയപ്പെട്ട ഈ കുഞ്ഞപ്പച്ചേട്ടൻ്റെയും കുടുംബത്തെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ കിണറിനെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ചുകൊണ്ട് വലിയ അനാസ്ഥയുടെ പ്രതീകമായി ഈ ഒരു കിണറിനെയൊക്കെ കാണിക്കുന്ന വലിയ ഒരു ശ്രമം നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം സൂചിപ്പിച്ചത്. ഈ കുടുംബത്തോടൊപ്പം തന്നെയാണ് ആ വിഷയം ഉണ്ടായ ഘട്ടം മുതൽ ഞങ്ങളെല്ലാവരും ഇനിയും അത്തരം ഇപ്പോൾ നമുക്കറിയാം ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മേൽനോട്ടവും മറ്റു കാര്യങ്ങളുമൊക്കെയായി ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകും. ഇതാണ് പൊതുവെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ കിണറിന് നാമമാത്രമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ അഭിപ്രായം നിലനിന്നപ്പോഴും വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആവശ്യമായ 2,12,800 രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കിണറിന്റെ നല്ല നിലയിൽ പുനരുദ്ധാരണത്തിന് സമയബന്ധിതമായി തുക അനുവദിച്ചെങ്കിലും വഴിയില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് കരാറുകാർ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വർക്ക് തുടങ്ങാൻ താമസിക്കുന്ന സാഹചര്യമുണ്ടായത്. വസ്തുത ഇതാണെന്നിരിക്കെ ഈ വിഷയത്തിൽ UDF നിരന്തരമായി നുണപ്രചരണം നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് MLA പറഞ്ഞു. ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കള്ളപ്രചരണങ്ങൾ നടത്തിയവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും MLA അഭ്യർത്ഥിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കോതമംഗലം തഹസിൽദാർ M അനിൽകുമാർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മേജോ ജോർജ്, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, സാറാമ ജോൺ, CPIM ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ, കൂലാഞ്ഞി വീട്ടിൽ പത്രോസും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ഏതാണ്ട് 100-300 മീറ്ററോളം ദൂരത്തിൽ അവിടെ 2-3 പറമ്പുകൾ കൂടി കല്ല് തലയിൽ വെച്ച് ചുമടായി കൊണ്ടുവന്നുകൊണ്ടാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വർക്കെടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നിരന്തരമായി നിരവധി പ്രാവശ്യം ടെൻഡർ ചെയ്തു, വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ കൊട്ടേഷനാണ്, ഒടുവിൽ കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഈ കോട്ടപ്പടി സ്വദേശിയായിട്ടുള്ള ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി, അശോകൻ ചേട്ടനാണ് ഇപ്പോൾ ആ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വർക്ക് താമസിക്കാനുണ്ടായ ഒരു സാഹചര്യം. പക്ഷേ പലപ്പോഴും ഇവിടെ ചില ആളുകൾ ആ നിലയിലല്ല സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇത് ഗവൺമെൻറ്റും MLAയും കളക്ടറും ഒക്കെ ഞങ്ങളെ ബോധപൂർവം വഞ്ചിച്ചതാണ്. ഈ കുടുംബത്തെ ഞങ്ങൾ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ള നിലയിൽ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുന്നു. ഇതൊന്നും അറിയാത്ത ആളുകളല്ല. വസ്തുത അറിയാമെങ്കിൽ കൂടിയും അല്പം എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ഒരു ഗൂഢചിന്താഗതിയിൽ നിന്നാണ് അത്തരം ചില സമീപനങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾ ആ ഘട്ടത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു ഇതിൻ്റെ സാങ്കേതികമായി ഇത്തരം ചില തടസ്സങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾ നിന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2,12,000 പരം രൂപ ഈ കിണറിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അനുവദിപ്പിക്കാൻ കളക്ടറെ കൊണ്ട് അനുവദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇവിടെ വൈകാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ വൈകിയെങ്കിൽ കൂടിയും ഒരു കോൺട്രാക്ടർ അശോകൻ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ വർക്ക് ഇവിടെ വളരെ വേഗത്തിൽ
ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രതിനിധിയെ കോതമംഗലം തഹസീൽദാരും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും ഈ വർക്കിന് മേൽനോട്ടം വഹിക്കുന്ന കോതമംഗലം പൊതുമരാമത്ത് ബിൽഡിംഗ്സ് വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സൂചിപ്പിച്ചല്ലോ, കാരണം 300 മീറ്ററോളം ചുറ്റി ഈ ഇത്രയും കല്ല് മറ്റ് മെറ്റീരിയൽസും ഒക്കെ ചുമന്ന് വേണം ഇവിടെ എത്തിക്കാൻ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒട്ടും കാലതാമസമില്ലാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എസ്റ്റിമേറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ മനോഹരമായി ഇതിൻ്റെ ചുറ്റുമുള്ള സംരക്ഷണ ഭിത്തിയും ആൾമറയും ന്യൂസ് ബ്യൂറോ കോതമംഗലം.